ഓക്കെ, കാട്ടാളൻ മൂവി ഒരു നമുക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആദ്യം നമുക്ക് നല്ല കുറച്ച് കാര്യങ്ങൾ പറയാം. വില്ലൻ്റെ അഭിനയം, വില്ലൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാരി എന്ന് പറഞ്ഞൊരു വില്ലൻ്റെ അഭിനയമുണ്ട്. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ പടം മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ആവറേജ് പടം, ഒരു അടിപ്പടം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അടിച്ചാ സോൾവ് ചെയ്യുന്നത് ഈ പടത്തിനകത്ത്. പടത്തിൽ മെയിനായിട്ട് അതും എല്ലാ ഫൈറ്റ് സീക്വൻസും ഒരേപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. 3 തരത്തിൽ നമുക്ക് ആൾക്കാരെ കൊല്ലാം. ഒന്നെങ്കിൽ നമുക്ക് അവരെ വെടിവെച്ച് കൊല്ലാം, അല്ലെങ്കിൽ കത്തി എടുത്ത് കുത്തി കൊല്ലാം. അതുമല്ലെന്നുണ്ടെങ്കിൽ റെയർ ഒക്കേഷൻസിൽ മാത്രം നമുക്ക് അവരെ കെട്ടിത്തൂക്കി അപ്സൈഡ് ഡൗൺ തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ട് കത്തിച്ചു കളയാം. അപ്പം ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ആൾക്കാരെ കൊല്ലാൻ പറ്റുന്നത്. പിന്നെ വില്ലൻ്റെ ക്യാരക്ടർ പെർഫെക്റ്റ്ലി ഡിഫൈൻഡ് ആണെന്ന് തോന്നി. കാരണം അയാളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ചുറ്റുമുള്ള ആരായാലും കൂടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലാത്തൊരു പക്ക 100% വില്ലൻ. ഒരു ബ്ലാക്ക് ക്യാരക്ടർ, ഫുൾ ആൻഡ് ഫുള്ളി ബ്ലാക്ക് ക്യാരക്ടർ. ഗ്രേ അല്ല, സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബ്ലാക്ക്. സാധാരണ നമ്മളിപ്പോൾ കാണുന്ന സിനിമകളിലൊക്കെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഈവൻ മിക്ക സിനിമകളിലും ഇപ്പം നായകനെ എടുത്താലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നായകനുണ്ടാവും, വില്ലനെ എടുത്താലും ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ വില്ലൻ്റെ അകത്തുണ്ടാവും. ഇതങ്ങനെയൊന്നുമില്ല. ഇത് വില്ലൻ വെറും ചെറ്റ, അങ്ങനത്തെ ഒരു പടം. പിന്നെ ഈ സിനിമേൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ ഇപ്പം നിങ്ങൾ ഒരു KGF പോലത്തെ ഒരു സാധനമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പുഷ്പ കൈൻഡ് ഓഫ് സാധനമാണ് ഉദ്ദേശിക്കുന്നത്. ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ആനക്കൊമ്പ് കടത്തിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പുഷ്പേനകത്താണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ചന്ദനക്കടത്താണ്, ഇവിടെ ആനക്കൊമ്പ് കടത്താണ്. കേരളത്തിൽ നിന്നുള്ള ആനകളെ പൊക്കുക, കൊല്ലുക, കടത്തുക, ഇതാണ് പരിപാടി. കൊമ്പ് കടത്തുക, ഇതാണ് പരിപാടി. അപ്പോൾ KGF-ലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ആ പടം ഹിറ്റാവാൻ കാരണം ഒന്ന് ആ നായകൻ്റെ ഒരു ഓറയാണ്, ആ ഒരു പ്രസൻസാണ്. അത് ആൻ്റണി പെപ്പയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമയിൽ എന്തായാലും. കാരണം പുള്ളിൻ്റെ വേറെ കുറേ അങ്കമാലി ഡയറീസ് ആണെങ്കിലും പിന്നെ അങ്ങനെ കുറേ സിനിമകൾ, ഇപ്പോൾ RDX ആണെങ്കിലും, പിന്നെ മറ്റേ ഒല്ലുള്ളേരി അതായിരുന്നു പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ പടമാണെന്നുണ്ടെങ്കിലും ഒക്കെ പുള്ളീൻ്റെ ആ ഒരു സാധനം ഉണ്ട്, ഒരു സിഗ്നേച്ചർ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു ഐറ്റം ഒന്നുമില്ല. അതിനിപ്പോൾ വരുന്നു, അടിക്കുന്നു, എല്ലാവരും അടിക്കുന്നു, കൊല്ലുന്നു. ഇവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സർപ്രൈസ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പല സാധനങ്ങളും പ്രഡിക്റ്റബിൾ ആണ്. മിക്ക സാധനങ്ങളും നമുക്കറിയാം, ഓക്കെ നെക്സ്റ്റ് സീനിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. പെപ്പേനെ പൂട്ടാൻ ആർക്കും ഇതിനകത്ത് പറ്റില്ല. പെപ്പെ ഗോഡ്, ആ ലെവൽ കളികളാണ്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൊണ്ട് നിർത്തിയേ, എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് പാർട്ട് ഇവരെ ഇറക്കുന്നുള്ളത്. ഭയങ്കരമായ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ല, ഒരു ഇമോഷൻ കണക്ഷൻ വരുന്നില്ല, ഒരു സാധനം സംതിങ് ഇസ് മിസ്സിങ് ഇൻ ദിസ് മൂവി. ഞാൻ പറയും ലൈക്ക് എന്താ പറയുക, പടം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരേ വൈബിലാണ് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് പെപ്പ വരും പറയാം, പെപ്പ എന്തിനാണ് വരുന്നതെന്ന്. ഇപ്പോൾ KGF-ൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു 10-20 മിനിറ്റ് കാണുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പടം. നമുക്ക് പുഷ്പയെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ കൊണ്ട് എത്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ക്ലൈമാക്സ് ഫസ്റ്റ് 20 മിനിറ്റിൽ മനസ്സിലാവും എന്താണ് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ്. പിന്നെ പടം മൊത്തത്തിലൊരു ഡാർക്ക് വൈബാണ്. ഫസ്റ്റ് മുതലേ പടം ഫുൾ ഡാർക്ക്. എനിക്കൊന്ന് വളരെ കുറച്ച് സീക്വൻസ് മാത്രമേ പകൽ നടക്കുന്നുള്ളൂ. ഒരു ഗൺ ഫയറിങ് സീക്വൻസ് ഉണ്ട്. അങ്ങനെ 2-3 സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ പകൽ നടക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം സിനിമേൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മിക്ക കാര്യങ്ങളും നടക്കുന്നത് രാത്രിയാണ്. പ്രത്യേകിച്ച് മിക്ക ഫൈറ്റുകളും നടക്കുന്നത് രാത്രിയാണ്. ഒരു ഡാർക്ക് മൂഡാണ് പടം മൊത്തം പിടിച്ചേക്കുന്നത്. പിന്നെന്താണ്, ഒക്കെ തന്നെയേ ഉള്ളൂ. സോ അടിപ്പടം ആൻ്റണി പെപ്പേൻ്റെ കഷ്ടപ്പാടും അയാളുടെ സിനിമയിനകത്തുള്ള എഫേർട്ടും അയാളുടെ അടിയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പടം കാണാം. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ സീൻസ് ഒന്നും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ അങ്ങോട്ട് പിന്നെ ഒരു കാര്യം പറയാം, ഇതിനകത്തൊരു ഇമോഷണൽ സാധനം ഇവർ പിടിക്കാൻ നോക്കുന്നുണ്ട് ലാസ്റ്റിലോട്ടേക്ക്. പക്ഷേ
അതൊന്നും പ്രേക്ഷകർക്ക് മീൻസ് ഞാൻ പോയ തിയേറ്ററിൽ ഞാനും വേറെ 2 ആൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ സീറ്റും കാലിയാണ്. സോ അതൊന്നും വേറെ ആർക്കും അങ്ങോട്ട് കണക്റ്റ് ആവില്ല. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇമോഷണൽ സാധനം പിടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇമോഷനിലേക്ക് ഒരു ബിൽഡപ്പ് കൊടുക്കാൻ പറ്റണം അല്ലേ. ഇത് അവർ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി ഒരൊറ്റ സീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സീന് വെച്ചിട്ട് ഇവർ ഇമോഷൻ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നോക്കും. അതെങ്ങനെ നടക്കുക? അത് അത് ഭയങ്കര എന്താണ് ഫേക്കായിട്ട് ഫീൽ ചെയ്യുക. കാരണം യുനോ അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പടത്തിനുള്ളതായിട്ട് ഫീൽ ചെയ്യുക. എന്തായാലും ഞാൻ പറയുന്ന ഒരു ആവറേജ് പടം, ഭയങ്കര അടിപൊളിയൊന്നുമല്ല, ഭയങ്കര മോശമല്ല, മേക്കിംഗ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറേ പ്രശ്നങ്ങളുണ്ട് അവിടെ ഇവിടെയും, കറക്റ്റായിട്ട് നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് മാറ്റി വെക്കാൻ പറ്റുന്നൊരു സാധനമല്ല. എന്തായാലും എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിലൊന്നും കൂടെ ഇൻപുട്ട് കൊടുക്കണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഈ പടത്തിൽ. ആവശ്യമില്ലാണ്ട് കുറേ സാധനങ്ങൾ എടുത്ത് കളയായിരുന്നു. ഇത് കുറച്ചുകൂടെ ക്യാരക്ടർ ഡെപ്ത് കൂടുതൽ തോന്നിയത് എനിക്ക് വില്ലൻ്റെ മുകളിലാണ്. നായകൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടറുള്ളതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യാം. നായകൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കുന്നു, കുറേ ആൾക്കാരെ കൊല്ലുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാധനമാണ് നായകൻ. സോ അതാണ് കാട്ടാളൻ.